നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയുവേൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. മതി, നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. പാർട്ട് 2 നമുക്ക് കമ്മിങ് വീക്ക് നമുക്ക് ധ്യാനിക്കാം. ഈ ഈ പെസഹായുടെ ഈ പാസ് ഓവർ ഫീസ്റ്റ് എന്ന് പറയുന്നത് ഈജിപ്തിലുള്ള മിസ്രൈമിലുള്ള ജനത്തിൻ്റെ മിസ്രൈമിൽ അവർ താമസിച്ചിരുന്നപ്പം 400 വർഷത്തിൻ്റെ ആ ഒരു അവസ്ഥ, അവരുടെ വേദന, അവരുടെ ദുഃഖം, ആ 400 വർഷത്തിൻ്റെ ആ കഷ്ടപ്പാടിനെ കർത്താവ് അവരെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നതിൻ്റെ വലിയൊരു അടയാളമാണ് ഈ പാസ് ഓവർ ഫീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസ് ഓവർ ഫീസ്റ്റിൻ്റെ ഏറ്റവും ഇവിടെ വെച്ച് യേശു കർത്താവ് ഈ പാസ് ഓവറിൻ്റെ ആ കംപ്ലീറ്റ് മീനിങ്ങിനെയും കർത്താവ് എന്ത് ചെയ്യുക, മൊത്തത്തിൽ തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ നമ്മൾ പറയുന്ന പോലെ ഇന്ന് നമ്മൾ ഈ പാസ് ഓവറിനെ നമ്മൾ കർത്തൃമേശ എന്ന് വിളിക്കുന്നു. പക്ഷേ അവർ വിളിച്ചിരുന്നത് ഇതിനെ കർത്തൃമേശ എന്നൊന്നുമല്ല, ഹോളി കമ്മ്യൂൺ ഒന്നുമല്ല. അവർ വിളിച്ചിരുന്നത് സെഡർ മീൽ എന്നാണ്. ദേ കോൾഡ് ഇറ്റ് ആസ് എ സെഡർ മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് എല്ലാം ആടിൻ്റെ മാംസമുണ്ട്, 2 പുളിപ്പില്ലാത്ത അപ്പമുണ്ട്, 2 കൈപ്പിലകളുണ്ട്. പിന്നീടാണ് ഇവരുടെ ഈ ഒരു ഫുഡിൻ്റെ അകത്ത് വൈൻ ചേർന്ന് വന്നത്. പക്ഷേ അതിനു മുമ്പ് വരെ ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ: 1 മാംസം, 2 അൺലീവൻഡ് ബ്രെഡ് എന്ന് വെച്ചാൽ പുളിപ്പില്ലാത്ത അപ്പം, 3 കൈപ്പിലകൾ. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇവരുടെ ഫുഡിൻ്റെ അകത്ത് മെയിനായിട്ട് പഴയ നിയമത്തിലുള്ളവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ യേശു കർത്താവ് പുതിയ നിയമത്തിൽ വന്നപ്പം ഇതിനെ 2 കോമ്പണൻസ് ആക്കി, 2 കാര്യം മാത്രമാക്കി. 1 പുളിപ്പില്ലാത്ത അപ്പവും, 2 വീഞ്ഞ് കർത്താവ് ആഡ് ചെയ്തു. അത് ലേറ്ററാണ്. പക്ഷേ പഴയ നിയമത്തിൽ എന്തില്ല, ഇവരുടെ ഇതിനകത്ത് ഈ വൈനോ ഇങ്ങനത്തെ കോമ്പണൻസ് ഇല്ലവേ ഇല്ലായിരുന്നു. ലേറ്ററോൺ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അടുത്ത് വന്നപ്പോഴാണ് ഈ വൈൻ ആഡ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ഒറ്റ ഒരു വാക്ക് മാത്രം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കർത്തൃമേശ അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ പുളിപ്പില്ലാത്ത അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പഴയ നിയമത്തിൽ പറയുകയാണ്, നിങ്ങൾ പെട്ടെന്ന്, ഈ സത്യത്തിൽ ഇന്ന് തേജ് പാസ്റ്റർ എടുത്തപ്പം പറ്റത് ഭയങ്കര ഒരു കോഇൻസിഡൻസ് ആയിരുന്നോ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിത് ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നലെ വൈകിട്ട് രാവിലെ തൊട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ ഒരു വാക്ക് മാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇതാണ്: തിടുക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്നായിരിക്കണം നിങ്ങളുടെ ഈ പോക്ക്, ഇവിടുന്നുള്ള ഒരു പോക്ക് പെട്ടെന്നായിരിക്കണം എന്നുള്ള വാക്ക് തന്നെ, വിത്ത് ഹേസ്റ്റ്, ഭയങ്കര പെട്ടെന്ന് തന്നെ. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുകയാണ്, ദൈവം പറയുകയാണ് ജനത്തോട്, ഇല്ലെങ്കിൽ മോശയോട് കൂട്ടോട് പറയുകയാണ്, ജനത്തോട് പോയി പറയണം, പെട്ടെന്നായിരിക്കണം നിങ്ങളുടെ എന്ത് ചെയ്യുക, ഇവിടുന്നുള്ള പുറപ്പെട്ടു പോകുന്നത് വളരെ പെട്ടെന്നായിരിക്കണം. കാരണം നിങ്ങളുടെ 400 yearsൻ്റെ ഈ കെട്ട് അഴിയുന്നത് അത്രയും സമയം എടുക്കത്തില്ല നിങ്ങളുടെ വിടുതലിന് വേണ്ടി. നിങ്ങൾ അനുഭവിച്ച ആ വേദന, നിങ്ങൾ അനുഭവിച്ച ആ ദുഃഖം, ആ 400 years ഓഫ് പെയിന്, ഇപ്പം സൈക്കോളജിയും സൈക്കാട്രിക്കും പറയുന്നത്, ദ ടൈം ദറ്റ് ഹാവ് ടേക്കൺ ഫോർ യുവർ പ്രോബ്ലം, നിന്റെ പ്രോബ്ലം നിന്റെ അകത്ത് ഡെവലപ്പ് ആകാൻ, അത് ഉണ്ടായി വരാൻ എത്ര സമയമെടുത്തോ അത്രയും സമയം തന്നെ നീ ഇതിൻ്റെ അകത്തുനിന്ന് റിക്കവർ ആകാനും അത്രയും സമയം എടുക്കുമെന്നാണ്. നീ എക്സ്പീരിയൻസ് ചെയ്ത പ്രോബ്ലം അതുപോലെ സമയം തന്നെ ഇതിനകത്തുനിന്ന് പതിയെ പുറത്തു വരാൻ അതേ സമയം എടുക്കുമെന്നാണ്. പക്ഷെ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തോടും അതിന്റെ തലവനോടും പറയുകയാണ്, പെട്ടെന്നായിരിക്കണം, വിത്ത് ഹേസ്റ്റ്. ഷൂസ് ഇട്ടോണം, ലേസ് അപ്പ് ചെയ്തോണം, സോക്സ് പുള്ളപ്പ് ചെയ്തോണം, ഡ്രസ് ഫുൾ ഫിറ്റ് ആയിരിക്കണം. എന്താണ്? നിനക്ക് നടക്കാൻ പോകുന്ന വിടുതൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗതമായിരിക്കും.
നിനക്ക് നടക്കാൻ പോകുന്ന സൗഖ്യം, നിനക്ക് നടക്കാൻ പോകുന്ന എക്സിറ്റ്, നിന്റെ എക്സിറ്റ് ഡോറ് നീ കാണാൻ പോകുന്നത് വളരെ ഡിലേഡ് ആയിട്ടല്ല, വേഗത്തിൽ നിനക്കുള്ള എക്സിറ്റ് ഡോർ നീ കാണും. അതുകൊണ്ട് വളരെ ഹേസ്റ്റ് ആയിട്ട്, വളരെ തിടുക്കത്തോടെ, വളരെ പെട്ടെന്ന് ആയിരിക്കണം നിന്റെ കാര്യങ്ങൾ മൊത്തം. അപ്പൊ എന്താണ് ഈ ടോട്ടൽ സിനാരിയോയുടെ അകത്ത് തന്നെ ഏതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു തിടുക്കം എന്താണ്? പഴയ നിയമത്തിൽ ഈ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ തിടുക്കത്തെ ഇതേ ഒരു സിനാരിയോ നിങ്ങൾക്ക് എവിടെ കാണാം? അന്ന് വൈകിട്ട് യേശു കർത്താവ് 6 മണിക്ക് ഈ അപ്പം എന്താണ് ഒരുമിച്ച് ശിഷ്യന്മാരോടൊപ്പം കഴിക്കാൻ പോകുന്ന ഈ സമയത്ത് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ റൂം റെഡിയാക്കുക. ഈ റൂം റെഡിയാക്കുക എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടിയുള്ള സ്ഥലം റെഡിയാക്കുക എന്ന് പറയുമ്പോൾ കേവലം ഒരു റൂമും അതിന്റെ ടേബിളും അതിനൊരു വസ്ത്ര ക്ലോത്ത് ഒക്കെ വിരിച്ച് റെഡിയാക്കുക എന്നുള്ള മീനിങ് അല്ല, മറിച്ച് ഇവരോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് പോയി റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ പോകണം? ഇവിടെ ആലയത്തിൽ പോകണം, യെരുശലേം ദേവാലയത്തിൽ പോകണം. They need to go to the temple. ടെമ്പിളിൽ പോയിട്ട് അവിടെ എന്താണ്? അവിടെ യാഗം കഴിക്കപ്പെട്ട വസ്തുവിനെ എന്ത് ചെയ്യണം? They need to bring it. അവിടുന്ന് യാഗം കഴിക്കപ്പെട്ട മാംസങ്ങളെ ക്യൂ നിൽക്കണം. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ 6 ലക്ഷത്തോളം കൂട്ടമുള്ള വലിയ ഒരു സംഘമാണ് യെരുശലേം ദേവാലയം മൊത്തം ഈ ഫീസ്റ്റ് ഓഫ് പാസ് ഓവറിന് വരുന്നത്. അത്രയും ജനത്തിന്റെ കൂടെ വലിയ ക്യൂ നിന്ന്, അങ്ങനെ അത് ഹിസ്റ്ററിയൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഈ ക്യൂയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഓരോരുത്തരെ ഓരോ പാത്രം കൈമാറി ഇങ്ങനെ മാംസം കൈമാറി ഇങ്ങനെ വരണം. അപ്പൊ എന്താണ്? ഈ ശിഷ്യന്മാര് യേശുകഥ പറഞ്ഞു വിട്ടിട്ട് യെരുശലേം ദേവാലയത്തിൽ പോയി മാംസവും മേടിച്ചോണ്ട് അവരെവിടെ വന്നു? ഇവിടെ നമ്മള് മാത്യുവിൽ മാർക്കിന്റെ വീടാന്ന് എഴുതിയിട്ടില്ല, പക്ഷെ മറ്റുള്ള ഗോസ്പലിൽ മാർക്കിന്റെ വീട്ടിലാണ്, മർക്കോസിന്റെ വീട്ടിൽ വെച്ചാണ് ഇത് കൂടിയെന്നുള്ളതിന് തെളിവുകൾ നമുക്കുണ്ട്. അവിടെ വന്നിട്ട് എന്താണ്? ഭയങ്കര ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര തിടുക്കത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ കർത്തൃമേശ നമ്മൾ ഇന്ന് വൈകിട്ട് ഇന്ന് പകൽ നമ്മൾ എടുക്കുമ്പം ഒരു കാര്യം ഓർത്തോണം. എപ്പോ നമ്മൾ ഓർക്കും എന്താണ്? നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ഞാൻ കുറ്റവാളിയാണ്, ഞാൻ കുറ്റം ചെയ്തവനാണ് എന്നുള്ള ചിന്തയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതെടുക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിലെ ആൾക്കാരോ ഈ മാംസം കഴിച്ചപ്പോഴോ പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഈ ശുശ്രൂഷ നടത്തിയപ്പോഴോ ഇവരുടെ അകത്തൊരു കുറ്റബോധം അടിച്ചു കയറ്റാൻ വേണ്ടി ആയിരുന്നില്ല അവർ തിരുമേശ നടത്തിയത്. അവരെ ഒരിക്കലും ആ 12 ശിഷ്യന്മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പേ ഒരു ശുശ്രൂഷ നടന്നെങ്കിൽ, ഇവിടെ മുമ്പേ അതിനൊരു ശുശ്രൂഷ നടന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിൽ ശിഷ്യന്മാരും ഇല്ലെങ്കിൽ പഴയ നിയമത്തിലായാലും പഴയ നിയമത്തിലുള്ളവർ ഇത് ആചരിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജോയ് മൊമെന്റ്. ഭയങ്കര സന്തോഷത്തിന്റെ സമയമാണ്. അവർ എപ്പോഴും ഫീസ്റ്റ് ഓഫ് പാസ് ഓവറിന് വരുമ്പോൾ, അവർ മാംസം കാണുമ്പോൾ, കൈപ്പിലകൾ കാണുമ്പോൾ, അവര് പിന്നെ എന്താണ് വീഞ്ഞ് കാണുമ്പോൾ അവർക്കൊന്നും ഇതെന്തല്ല, ഇതൊരു വിഷമത്തിന്റെ സമയമല്ല, അവരെ നല്ല നോക്കുന്ന സമയമല്ല. ഇറ്റ് ഈസ് എ ടൈം വേർ their moment of deliverance took place. അവരെ വിടുതൽ നടന്ന സമയമാണ്, അവരെ ദുഃഖം മാറിയ സമയമാണ്. അപ്പൊ അവരുടെ മുമ്പിൽ നിന്ന് കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ എന്താണ് ഇവിടെ യേശു കർത്താവ് എന്താ? പക്ഷേ രസകരമായ കാര്യം, ഇത്രയും 12 ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പം അവിടെ യേശു കർത്താവ് ഒരു ശുശ്രൂഷ നടത്തിയായിരുന്നെങ്കിൽ, തൊട്ടുപോകരുത്, ഇതിനെ നീ തൊട്ടാ നീ ചത്തുപോടാ, ഇല്ലാതെയായി പോവടാ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ജൂഡസ് would have not dipped his bread with Jesus Christ. യേശു കർത്താവിന്റെ കൂടെ ഈ അപ്പത്തിനകത്ത് മുക്കത്തില്ലായിരുന്നു തിന്നാൻ വേണ്ടി. But there was not even a single moment where Judas never experienced a moment of rejection in the communion meal. ആ കമ്മ്യൂണിയൻ ഐക്യതയുടെ അകത്ത് ഒരു മിനിറ്റ് പോലും താൻ ത്യജിക്കപ്പെട്ടവനാണെന്ന് ഉൾക്കൊള്ളപ്പെട്ടില്ല, ഞാൻ എന്നെ അംഗീകരിച്ചില്ലെന്നുള്ള ഫീലിംഗ് പോലും ആർക്കുണ്ടായിട്ടില്ല? ജൂഡസിനുണ്ടായിട്ടില്ല. പത്രോസിനോട് പല പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം അതിനെ തിരുത്തിയിട്ടുണ്ട്. അതൊന്നും പത്രോസിന്റെ മനസ്സിൽ ഓർമ്മ വന്നില്ല. പിടികിട്ടുന്നുണ്ടോ? മിടുക്കന്മാര് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള എടുക്കലേക്കല്ല ഇത് വന്നത്. യേശു കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? ദിസ് ഈസ് കം ഇൻ യൂണിയൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മളെല്ലാം ഒരുമിപ്പിക്കപ്പെടുന്ന സമയമാണ്. It is not a place where you take an exit and leave. It is a place where you come in union. എന്താണ് ഇത്? എടുത്തു കഴിയുമ്പോൾ നിന്റെ അകത്തൊരു ഓർമ്മയുണ്ടാകണം. I am in you. നിന്റെ ഉള്ളിൽ ഞാനുണ്ട്. നീ എത്ര ദൂരം പോയാലും, എത്ര നീ വേണ്ടെന്ന് പറഞ്ഞാലും, I am living inside of you. അത് ഞാൻ പോയ ആഴ്ച
വിളിച്ച് പറഞ്ഞത്, കർത്താവേ എന്തിനാ ഈ പറന്നു പോകുന്ന അപ്പമായിട്ട് വന്നത്? വേറെന്തെങ്കിലും രീതിയിൽ വന്നായിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, എന്താണ് ഇത് വരാൻ കാരണം? നിന്റെ ശരീരത്തിൽ ലയിച്ച് ചേരത്തക്ക രീതിയിൽ അത്രയ്ക്ക് ക്ലോസ്നെസ് ഫുഡിനല്ലാതെ വേറെ ഒന്നിനുമില്ല. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ എന്താണ്? ഒന്ന് എന്താണ്? പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിന് വലിയൊരു അടയാളമാണ് അപ്പം നമ്മളോട് കാണിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്? പുളിപ്പില്ലാത്ത അപ്പം ആകാനുള്ള കാരണം എന്നാ? പുളിച്ചപ്പം ആകല്ലോ. എന്താ പുളിപ്പില്ലാത്ത അപ്പമാകാനുള്ള കാരണം എന്താണ്? ഇവിടെ കർത്താവ് പറയുകയാണ് അവരോട്, നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണമെന്ന് പറയാൻ കാരണം, ഇല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയാമോ? അന്ന് രാത്രി അവർ കുഴച്ചു വെച്ചത് പുളിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഡെലിവറൻസ് നടന്നു. എന്ന് വെച്ചാൽ ആ പുളിക്കുന്നതിനും പുളിക്കാത്തതിനും നടുക്ക് ഒരു ചെറിയൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ സമയമേ എടുത്തുള്ളൂ അവരെ വിടുതൽ സംഭവിക്കാൻ. എന്താണ് അതിന്റെ ആ മൊമെന്റ് ഓഫ് ഗ്യാപ്പ്? ഇത് പുളിക്കാത്ത ഒരു സമയം, ഇത് പുളിച്ചൊരു സമയം, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്തിന്റെ അകത്താണ് അവരെ വിടുതൽ നടന്നത്. നമ്മൾ തിരുമേശ എടുത്ത് കൈ പിടിക്കുമ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ എന്ത് വിടുതലും ചോദിക്കാം. യു ക്യാൻ എക്സ്പീരിയൻസ് ഓർ ആസ്ക് എനി കൈൻഡ് ഓഫ് മിറക്കിൾ ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ മിറക്കിൾ. ഇതിനൊരു മിറക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന സമയം, നമ്മൾ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന സമയം നമ്മൾ ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കത്തില്ല. എന്ത് ചെയ്യുക? നമ്മൾ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. വേദനിച്ചിരിക്കുന്ന സമയം, എന്നെ ഒറ്റി കൊടുക്കാൻ പോകുന്ന കൂട്ടം എന്നെ ചുറ്റിലുള്ളപ്പം നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഞാനേ വേദന ഇരിക്കുമ്പോഴാ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ അവോയ്ഡ് ourselves. നമ്മളെ തന്നെ എന്ത് ചെയ്യും? നീ വിട്ടുമാറിപ്പോക്കെ, ഞാൻ മുടിഞ്ഞ ദേഷ്യത്തില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കളയും, ആ ഒരു അന്തരീക്ഷത്തിലാണ്. ബട്ട് ഇവിടെ കർത്താവ് പറയുകയാണ്, യേശു കർത്താവ് ദ മോസ്റ്റ് പെയിൻഫുൾ ആയിട്ടുള്ള സമയം, ഏറ്റവും വേദനയുള്ള സമയം, ഏറ്റവും ദുഃഖമുള്ള സമയം, ആ സമയത്ത് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഐ എം ഗിവിങ് മൈ സെൽഫ്. ഒരു മനുഷ്യനും താൻ വേദന ഇരിക്കുന്ന സമയത്ത് മറ്റവർക്ക് വേണ്ടി മറ്റവരുടെ കാര്യം ഒരിക്കലും ചിന്തിക്കത്തില്ല. ഹീ നീഡ്സ് ടു റിക്കവർ. അവൻ എങ്ങനെങ്കിലും റിക്കവർ ആകണം, അവനെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണം. ബട്ട് ഇവിടെയാണ് യേശു കർത്താവ് നമ്മുടെ അകത്തൊരു പാഠം പഠിപ്പിക്കുന്നത്, വലിയൊരു ചിന്ത കർത്താവ് പറയുന്നത്, ദ മൊമെന്റ് ഓഫ് സഫറിങ് ബിക്കംസ് അവർ മൊമെന്റ് ഓഫ് ഡെലിവറൻസ്. കർത്താവിൻ്റെ സഫറിങ്ങിൻ്റെ ടൈം എൻ്റെ ഡെലിവറൻസിൻ്റെ മൊമെന്റായി മാറുകയാണ്. അപ്പം ജൂഡസിനും പത്രോസിനും അവിടെയുള്ള സകല ആൾക്കാർക്കും പറയുകയാണ്, നിങ്ങൾ ഇപ്പം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് മൈ ടൈം ടു സഫർ. ഇത് എന്റെ സമയമാ സഫർ ചെയ്യാൻ. കാരണം എന്നാ? എന്റെ സഫറിങ്ങിന്റെ അകത്ത് നിന്റെ ഡെലിവറൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ദ മൊമെന്റ് യു ടേക്ക് പാർട്ട് ഇൻ ദ കമ്മ്യൂണിയൻ, നമ്മൾ കർത്താവിനോട് എന്താണ് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? കർത്താവേ, അങ്ങ് അനുഭവിച്ച വേദനയുടെ അകത്ത് ഐ ക്യാൻ സീ മൈ ഡെലിവറൻസ് ഇൻ യുവർ പെയിൻ. അങ്ങയുടെ വേദന. അതുകൊണ്ടാണ് ഗ്രീക്കന്മാരും ഗ്രീക്സ് ചോദിക്കുന്നത്, ഡു യു തിങ്ക് ദിസ് ഈസ് യുവർ ഗോഡ്? ആർ യു കൺഫോംഡ് ഇൻ യുവർ സ്പിരിറ്റ് ആൻഡ് ഇൻ യുവർ ഹാർട്ട് ദാറ്റ് ദിസ് ഈസ് ദ ഗോഡ് whom you are going to worship? എന്തുകൊണ്ടാ ചോദ്യം ചോദിക്കുന്നത്? ജ്ഞാനവാദികൾ ചോദിക്കുന്നത്, ഈ ക്രൂശിൽ കിടക്കുന്ന ഈ ശരീരത്തെയാണോ നീ ദൈവമെന്ന് ആരാധിക്കാൻ പോകുന്നത്? അതേടാ, ഈ ദൈവത്തെ തന്നെയാണ്. എന്താടാ, സ്വന്തം ശരീരത്തെ ഇല്ലെങ്കിൽ സ്വന്തം ജീവനെ പോലും രക്ഷിക്കാൻ പറ്റാത്ത, നിർജീവമായിട്ടും ഇല്ലെങ്കിൽ ബലമില്ലാതെ കിടക്കുന്ന ഈ ശരീരത്തിന്റെ അകത്തുനിന്നാണോടാ നിനക്ക് വിടുതൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് യവനക്കാർ ചോദിക്കുമ്പോൾ പൗലോസ്ലീഹ പച്ചയ്ക്കും ഇല്ലെങ്കിൽ ധൈര്യത്തോടെ പറയുകയാണ്, യെസ്, ഐ ബിലീവ് ഇൻ ദ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് because I believe from this suffering, from this pain, I see my breakthrough, I see my deliverance. എന്റെ വിശ്വാസക്കുറവിനെ അടിച്ചു പുറത്താക്കാൻ, എന്റെ ബലഹീനതയെ അടിച്ചു പുറത്താക്കാൻ, എന്റെ ദോഷങ്ങളെയും എന്റെ വേണ്ടാത്ത സ്വഭാവങ്ങളെയും എന്റെ കയ്പിനെയും എന്റെ ഹൃദയത്തിന്റെ സങ്കടത്തെയും എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കാൻ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ തന്നെ താനെ തന്ന് എന്റെ അകത്തുള്ള കയ്പിന്റെ വേരിനെ അടിച്ചു പുറത്താക്കാനുള്ള ശക്തി, only the power that has only in communion. കമ്മ്യൂണിയന് മാത്രമേ ഉള്ളൂ, ആ തിരുമേശയ്ക്ക് മാത്രമേ ഉള്ളൂ എന്റെ അകത്തുള്ള വേദനയും സങ്കടവും ദുഃഖത്തെയും അവിശ്വസ്തതയും അനുസരണക്കേടിനെയും പുറത്താക്കാൻ. അതിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രണ്ട് വിഷയം. ഒന്ന്, കർത്താവേ, ഇന്ന് ഞാൻ കർത്തൃമേശ എടുക്കുമ്പം ധൈര്യത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം. കയ്യിലെടുത്ത് പിടിച്ചിട്ട് നിങ്ങൾ പറയണം, എൻ്റെ വിടുതൽ പെട്ടെന്ന് നടക്കണം.
കാരണം ഈജിപ്തുകാർക്ക് നടന്നെങ്കിൽ അതിനേക്കാളും പവർഫുള്ളാണ് പുതിയ നിയമത്തിലെ യേശു കർത്താവിൻ്റെത്. അതുകൊണ്ട് പൗലോസ്ലീഗ 6-ാം അധ്യായത്തിലെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, മച്ച് മോർ. ആദാമിൻ്റെ പാപത്തിൻ്റെ ശക്തി ഇത്രയ്ക്ക് ദോഷം ചെയ്യുമെങ്കിൽ പുത്രന്റെ രക്തവും പുത്രന്റെ ശരീരവും മച്ച് മോർ ക്യാൻ ക്രിയേറ്റ് എ മിറക്കിൾ. സോ മച്ച് മോർ യു ക്യാൻ എക്സ്പീരിയൻസ്. അതിനേക്കാൾ അധികം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അതിനേക്കാൾ വലിയത് നിങ്ങൾക്ക് കൊതിക്കാം. യു ക്യാൻ എക്സ്പീരിയൻസ് മോർ ഫ്രം ഹിം, യു ക്യാൻ ടേസ്റ്റ് മോർ ഫ്രം ഹിം. ബിക്കോസ് എന്തുകൊണ്ട് ആദാമിന്റെ ഉള്ളിൽ നിന്ന് ആദാം കാരണം നമ്മൾ $50 നഷ്ടപ്പെട്ടെങ്കിൽ യേശു കർത്താവ് വഴി നമുക്ക് തിരിച്ചു കിട്ടിയത് $50 അല്ല, which we can never be calculated. കണക്ക് എടുക്കാൻ എന്താ വെച്ചാൽ അവൻ ആദാമിന് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നത് തെറ്റായ വാക്കാണ്. ആദാം നഷ്ടപ്പെടുന്നത് $50 ആണെങ്കിൽ he did not regain $50. much more കണക്ക് കൂട്ടാൻ പറ്റാത്ത ഒരു തിരിച്ചു പിടിപ്പാണ് എന്റെ കർത്താവ് തിരിച്ചു പിടിച്ചത്. So you can claim any kind of blessing, any kind of power, any kind of grace, any kind of favor. ഏത് തരത്തിലുള്ള കൃപയെ നിങ്ങൾക്ക് ചോദിക്കാം, ഏത് തരത്തിലുള്ള ദയ നിങ്ങൾക്ക് ചോദിക്കാം. എന്തും തരാൻ എന്റെ കർത്താവിന് കഴിയുമെന്നുള്ള വലിയ ഉറപ്പ് മാത്രം ഇന്ന് പകൽ നമുക്ക് ഉണ്ടാകട്ടെ. എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എവിടെ വചനത്തിന് വില കൊടുക്കുന്നു അവിടെ പരിശുദ്ധയാത്മാവുണ്ട്. Where there is respect given to the word of God, there comes the power of the Holy Spirit. There comes the power of the Holy Spirit. I want you to pray the power of the Holy Communion. ഒന്നിനെ ഒഴിവാക്കാൻ വേണ്ടി അല്ല ഇത് ചർച്ചിൽ കർത്താവ് കൊണ്ടുവച്ചത്. ആലയത്തിന്റെ സെന്റർ പാർട്ടിൽ കൊണ്ടുവച്ചതിന്റെ കാരണം ഇത് ഒഴിവാകാനല്ല. You should taste and you should come in union with me and experience the life of the Father, Son and the Holy Spirit. ഓ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെയും ആ ജീവൻ അനുഭവിക്കാൻ. It was given to experience the love of the Father, the grace of the Lord Jesus Christ and the communion of the Holy Spirit. For that reason he gave of himself for us. Hallelujah, hallelujah, hallelujah. It's not just a meal. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർത്തോണം, എൻ്റെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുകയാണ്. വേദപുസ്തകം വരുന്ന ആഴ്ചകൾ നമുക്ക് ധ്യാനിക്കാം. കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പം അവന്റെ അടുക്കലേക്ക് അവർ ചെന്നിട്ട് അവർ ബ്രേക്ക് ചെയ്തിട്ട് ശിഷ്യന്മാർ കൊടുത്തു, അവരുടെ കണ്ണു തുറന്നു എന്നാണ്. എന്താണ്? അപ്പം കൊടുത്ത ശേഷമാണ് അവരുടെ കണ്ണ് തുറന്നിട്ട് ഇത് ക്രിസ്തുവാന്ന് പോലും അറിഞ്ഞത്. എങ്ങനെയാണ്? The moment they ate the bread and immediately their eyes opened. എന്ന് വെച്ചാൽ ആദാമിന്റെ കണ്ണ്, അടഞ്ഞ കണ്ണ് എന്താണ്? അവർക്ക് വേറെ ഒന്നിനു വേണ്ടി തുറന്നു, വേറൊരു കണ്ണ് അടഞ്ഞു. പക്ഷെ ക്രിസ്തു അവർക്ക് അപ്പം കൊടുത്തപ്പോൾ അവരുടെ വേണ്ടാത്ത കണ്ണ് അടയുകയും ആവശ്യമുള്ള കണ്ണ് തുറക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ pray together. ഫാദറിനോട് പ്രാർത്ഥിക്കർത്താവേ, യേശു കർത്താവ് കണ്ട അപ്പനെ എനിക്കൊന്ന് കാണാൻ, ആ സ്നേഹം ഒന്ന് കാണാൻ, ആ വിശുദ്ധി ഒന്ന് കാണാൻ, ആ അഭിഷേകം ഒന്ന് കാണാൻ, ആ കൃപയൊന്ന് കാണാൻ എന്റെ കണ്ണെന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് മേശയിൽ പങ്കാളിയാകുമ്പോൾ when we partake together, Father, let our eyes be opened to believe in you, to put our faith in you, to put our trust in you. ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് തിരുമേശയിൽ പങ്കാളിയാകാൻ പോകുമ്പോൾ സ്വർഗത്തിലെ അപ്പ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ വിശ്വാസം അധികമാകട്ടെ. ഞങ്ങളുടെ ബലഹീനതകളെ മറന്നു പോകത്തക്ക രീതിയിൽ, ഞങ്ങളുടെ ബലഹീനത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയം ഉണ്ടാകത്തക്ക രീതിയിൽ അതിൻ്റെ വേരിനെ കർത്താവ് എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ അവിശ്വസ്തതയെ എടുത്തു മാറ്റണമേ. എല്ലാ ശൂന്യതകളെ എടുത്തു മാറ്റണമേ. വർഷങ്ങളായി